وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا لن تمسنا النار إلا أياما معدودة قل أتخذتم عند الله عهدا فلن يخلف الله عهده أم تقولون على الله ما لا تعلمون. بلى من كسب سيئة وأحاطت به خطيئته فأولئك أصحاب النار هم فيها خالدون. والذين آمنوا وعملوا الصالحات أولئك أصحاب الجنة هم فيها خالدون. اللهم اجعلنا منهم يا رب العالمين. പ്രിയമുള്ള സഹോദരന്മാരെ, സൂറത്തുൽ ബഖറയിലെ 80-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധ ഖുർആൻ അതറിയിക്കുന്ന രൂപത്തിൽ മനസ്സിലാക്കുവാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തി ഇഹത്തിലും പരത്തിലും നന്മ കൈവരിക്കുവാനും നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ശുദ്ധ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഹലാലായ സദുദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാവട്ടെ. എല്ലാ രോഗവും അല്ലാഹു ശിഫയാക്കി തരുമാറാവട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു. 80-ാമത്തെ ആയത്ത് യഹൂദികളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. യഹൂദികൾപ്പെട്ട ഒരു വിഭാഗം പറയുകയുണ്ടായി, വഖാലു അവർ പറഞ്ഞു, ലൻ തമസ്സനന്നാറു ഇല്ലാ അയ്യാമൻ മഅദൂദ. ലൻ തമസ്സനന്നാറു, നരകം ഞങ്ങളെ സ്പർശിക്കുകയില്ല. നരകം ഞങ്ങളെ സ്പർശിക്കുകയില്ല, അഥവാ ഞങ്ങൾ നരകത്തിൽ കടക്കേണ്ടി വരില്ല. ഇല്ല അയ്യാമൻ മഅദൂദ, എണ്ണപ്പെട്ട കുറഞ്ഞ ദിവസങ്ങൾ അല്ലാതെ, വളരെ എണ്ണപ്പെട്ട കുറഞ്ഞ ദിവസങ്ങളിലല്ലാതെ ഞങ്ങൾ നരകത്തിൽ കടക്കേണ്ടി വരികയില്ല, നരകം ഞങ്ങളെ സ്പർശിക്കുകയില്ല എന്ന് അവർ പറഞ്ഞു. ഖുൽ, നബിയെ പറയുക, അവരോട് ചോദിച്ചു നോക്കൂ, അത്തഖദതും ഇൻദല്ലാഹി അഹ്ദ, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ വല്ല കരാറും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതേ രൂപത്തിൽ ജൽപ്പ നിങ്ങൾ നടത്തണമെങ്കിൽ അതിന് പിന്നിൽ സത്യവുമുണ്ടോ? നിങ്ങൾ അല്ലാഹുവുമായിട്ട് വല്ല കരാറും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത്ര കാലം മാത്രമേ നിങ്ങൾ നരകത്തിൽ ഇടുകയുള്ളൂ എന്ന് നിങ്ങൾ അല്ലാഹുവുമായിട്ട് വല്ല കരാറും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ഫലൻ യുഖ്ലിഫല്ലാഹു അഹദഹു, അല്ലാഹു തആല അവന്റെ കരാറിനെ ഒരിക്കൽ ലംഘിക്കുകയില്ല. അല്ലാഹു തആല ഒരു കരാർ ചെയ്താൽ പിന്നെ കരാർ എന്താ ലംഘിക്കുകയില്ല. അങ്ങനെ വല്ല കരാറും നിങ്ങൾ അല്ലാഹുവുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ അല്ലാഹുവിന്റെ മേൽ കറ്റുകെട്ടി പറയുകയാണോ? ഈ ആയത്ത് ഇറങ്ങുവാനുള്ള കാരണത്തെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരഭിപ്രായമാണ് യഹൂദികൾ പറയേണ്ടായി, ഞങ്ങൾക്ക് നരകത്തിൽ പ്രവേശിച്ചാൽ തന്നെ ഞങ്ങളുടെ ഉപ്പാപ്പന്മാരായിരിക്കുന്ന ആളുകൾ
പശുക്കുട്ടിക്ക് ആരാധിച്ചതായിരിക്കുന്ന ദിവസം ഒരു 10-40 ദിവസം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാം തൂറിസിനാ മലയുടെ മുകളിലേക്ക് പോയപ്പോ സാമിരി നിർമ്മിച്ചതായിരിക്കുന്ന ആ പശുക്കുട്ടിക്ക് അവിടെ ആളുകൾ ആരാധിച്ചല്ലോ. അതായത് ഞങ്ങളിൽ നിന്ന് എടുത്തു പറയത്തക്ക തെറ്റ് വന്നിട്ടുണ്ടായി. അപ്പൊ അത് കാരണമായി ഞങ്ങൾ ശിക്ഷിക്കുകയാണെങ്കിൽ അത്രയും ദിവസം മാത്രമേ ഞങ്ങൾ നരകത്തിൽ പ്രവേശിക്കുകയുള്ളൂ, പിന്നെ ഞങ്ങൾ നരകത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്ന് ജൂതന്മാരിൽപ്പെട്ട ചില ആളുകൾ പറയുകയുണ്ടായി. അവർക്ക് മറുപടി ആയിക്കൊണ്ടാണ് ഈ ആയത്ത് എന്ന് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ സ്വീകരിക്കുന്നുണ്ട്. മറ്റൊരു അഭിപ്രായത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബർ യുദ്ധത്തിന് വേണ്ടി പോയി. അങ്ങനെ ഖൈബറിൽ ഉള്ള യഹൂദികൾ ജൂതന്മാരാണ് ഖൈബറിൽ ഉള്ളത്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ലമ്മാ ഫുതിയത്ത് ഖൈബർ, ഖൈബർ മുസ്ലിങ്ങൾക്ക് കീഴടങ്ങി. അവിടെ മുസ്ലിങ്ങൾ യുദ്ധത്തിൽ വിജയിച്ചു. ഖൈബർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിക്കുകയും ഖൈബറുകാര് മുസ്ലിങ്ങൾക്ക് കീഴടക്കുകയും ചെയ്തപ്പോൾ ഉഹുദിയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാത്തുൻ ഫിഹാ സുമ്മുൻ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെയുള്ള ജൂതന്മാരിൽപ്പെട്ട ഒരാൾ ഒരു ആട്ടിനെ വേവിച്ചുകൊണ്ട് അതിൽ വിഷം കലർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയ നൽകപ്പെട്ടു. ഒരാട്ടിൽ വിഷം കലർത്തിയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയ നൽകപ്പെട്ടു. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള വിവരം കിട്ടി. ആ മാംസ കഷ്ടം പറഞ്ഞു, നിങ്ങൾ എന്നെ തിന്നണ്ട, എന്നിൽ വിഷം കൂട്ടപ്പെട്ടിരിക്കുന്നൊക്കെ പിള്ളേർക്ക് പറയാം. ഇങ്ങനെ സംഭവം പുറത്തായപ്പോൾ ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സഹാബാക്കളോട്, ഇവിടെയുള്ള മുഴുവൻ യഹൂദികളെയും ഇവിടെ ഒരുമിച്ച് കൂട്ടുക. അജ്മിഉ ലി മൻ കാന മിനൽ യഹൂദിയാവുന, ഈ ഖൈബറിലുള്ള മുഴുവൻ ജൂതന്മാരെയും എന്റെ മുന്നിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുമിച്ച് കൂട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരുമിച്ച് കൂട്ടി ജൂതന്മാരെ ഒക്കെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു, ഫഖാലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അബൂക്കും, ആരാണ് നിങ്ങളുടെ പിതാവ്? ഖൈബറിൽ താമസിക്കുന്നതായിരിക്കുന്ന യൂതന്മാരൊക്കെ ഒരു ഒറ്റ കുടുംബക്കാരാ. അപ്പൊ അവരുടെ ആ കുടുംബക്കാരൊക്കെ ഒരു വലിയ പിതാവിന്റെ ഉപ്പാപ്പ ഉണ്ടാവില്ല, ആ ഉപ്പാപ്പ ആരാണ്? ഫഖാലഹും മൻ അബൂക്കും, നിങ്ങളുടെ ഉപ്പ ആരാണ്? അഥവാ നിങ്ങളുടെ ഉപ്പാപ്പ ആരാണ്? അത് ഓരോ ഗ്രാമത്തിൽ ഓരോ നാട്ടിൽ പോയി താമസിക്കുന്ന ആളുകൾ ആദ്യമായിട്ട് ആ നാട്ടിൽ ആരാണോ എത്തിയത് അയാളെ പേരിലാണ് എന്ത് ചെയ്യുക, എല്ലാവരും അറിയപ്പെടുക. ഹൗസ് ഖസറജ് ഒക്കെ പറഞ്ഞവരൊക്കെ ഹൗസ് ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണല്ലോ. കയ്യന്റെ കുടുംബമാണ് ഹൗസ്, അതേപോലെ മക്കളാണ് ഖസറജ്. അപ്പൊ ഹൗസുകാരന്റെ മക്കളും ഒക്കെ ആ പേരിൽ അറിയപ്പെടുന്നു. ഇതേപോലെ ജൂതന്മാർ അവിടെ വന്ന് താമസിച്ചു. ആദ്യമാണ് താമസിച്ച വ്യക്തി ഉണ്ടായിരുന്നു, അവന്റെ മക്കളാണ്, സന്താന പരമ്പരയാണ് ഖൈബറിലുള്ള മുഴുവൻ ജൂതന്മാരും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഉപ്പ ആരാണ്, നിങ്ങളുടെ പിതാവ് ആരാണ്? ഖാലു, അവർ പറഞ്ഞു, ഫുലാൻ, ഇന്നാലിന്ന ആളാണ് ഞങ്ങളുടെ പിതാവ്. ആളെ പേര് പറഞ്ഞു കൊടുത്തു. അവർ കളവായിരുന്നു പറഞ്ഞത്. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, കസബത്തും, നിങ്ങൾ പറഞ്ഞത് കളവാണ്, ശരിയല്ല. നിങ്ങളിപ്പോ ഒരു പിതാവിന്റെ പേര് പറഞ്ഞല്ലോ, ആ പിതാവിന്റെ പേര് അതല്ല, അയാളല്ല നിങ്ങളുടെ പിതാവ്. ബൽ അബൂക്കും ഫുലാനുൻ, പക്ഷേ നിങ്ങളുടെ പിതാവ് ഇന്നാലിന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ പേര് കൃത്യമായ നിലക്ക് അവർക്ക് പറഞ്ഞു കൊടുത്തു. അവർക്കറിയാം കേട്ടോ, ഞങ്ങൾ പറഞ്ഞ സത്യമല്ല എന്ന് അവർക്കറിയാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് അവർ കളവ് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ പിതാവ് ആരാണെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്തപ്പോൾ ഫഖാലു, അവര് പറഞ്ഞു, സദഖത വ ബറർത, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ്, ഞങ്ങളുടെ ഉപ്പ അയാൾ തന്നെയാണ് എന്ന് ഇവർ പറഞ്ഞു. വീണ്ടും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, വഹൽ അൻതും സാദിഖിയ അൻ ഷൈഇൻ ഇൻ സഅൽതുകും മൻഹു, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചാൽ ആ കാര്യത്തെ കുറിച്ച് കൃത്യമായ മറുപടി, സത്യസന്ധമായ മറുപടി നിങ്ങൾ പറയുമോ? ഞാൻ പറയുന്ന കാര്യം സത്യമാണെന്ന് വിശ്വസിക്കുമോ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ ഖൈബറിലെ ജൂതന്മാർ പറഞ്ഞു, ഞാൻ അതെ, ഞങ്ങൾ വിശ്വസിക്കും. യാ അബുൽ ഖാസിം, ഓ അബുൽ ഖാസിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ മഹാനായ റസൂലുള്ളാഹി എവിടെ വെച്ചിട്ടാ പോയതെന്ന് അറിയപ്പോ ഖൈബറിൽ മഹാനായ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈബറിലെ ജൂതന്മാരോട് ചോദ്യം പറഞ്ഞത്. അപ്പൊ പോയിട്ടുള്ളൂ. ശരി. അപ്പോ ജൂതന്മാര് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് കളവ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞ കാര്യം കളവാണെന്നറിയും. നിങ്ങൾ കളവ് പറഞ്ഞ കാര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ സത്യം പറയാമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖൈബറിലെ ജൂതന്മാര് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചു, ചോദിക്കട്ടെ, മൻ അഹ്ലുന്നാർ, ആരാണ് നരകാവകാശികൾ? മൻ അഹ്ലുന്നാർ, നരകത്തിന്റെ ആളുകാർ ആരാണ്? ഫഖാലു, അപ്പോൾ ജൂതന്മാര് പറഞ്ഞു, അതിപ്പോ എന്താ പറയാൻ, നകൂനു ഫിയാ യസീറൻ, കുറച്ചു കാലം ഞങ്ങൾ നരകത്തിലുണ്ടായിരിക്കും. നകൂനു ഫിയാ യസീറൻ, കുറച്ചു കാലം ഞങ്ങൾ നരകത്തിലുണ്ടായിരിക്കും. നകൂനു ഫിയാ യസീറൻ സുമ്മ തഖ്ലുഫൂന ഫിയാ, പിന്നെ നിങ്ങളായിരിക്കും ഞങ്ങൾക്ക് പകരം അവിടെ വരിക, ഞങ്ങൾ അവരെ രക്ഷപ്പെടുത്തപ്പെടുന്നതാണ്. ജൂതന്മാർ പറയാ, അവരുടെ അഭിലാഷങ്ങൾ പറയണത് അവ തെറ്റായിട്ടുള്ള ധാരണകളാണ്. അവർ പറയാണ്, കുറച്ചു കാലം ഞങ്ങൾ നരകത്തിലുണ്ടായിരിക്കും, പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതായിരിക്കും, ഞങ്ങൾക്ക് പകരമായിട്ട് അവിടെ പിന്നെ വരിക നിങ്ങളായിരിക്കും എന്ന് ജൂതന്മാർ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഖ്സഉ, മിണ്ടിപ്പോകരുത്. യഖ്സഉ, നിങ്ങൾ മിണ്ടിപ്പോകരുത്. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലാ നഖ്ലുഫുക്കും ഫീഹാ അബദാ, ഒരിക്കലും നിങ്ങൾക്ക് പകരം ഞങ്ങൾ നരകത്തിൽ പോകേണ്ടി വരില്ല. അവർ പറഞ്ഞാൽ കുറച്ചു കാലമൊക്കെ ഞങ്ങൾ നരകത്തിലുണ്ടായിരിക്കും, പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടും, ഞങ്ങൾക്ക് പകരമായിട്ട് ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ വരുമെന്നാ പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞ മറുപടി, യഖ്സഉ, നിങ്ങൾ മിണ്ടിപ്പോകരുത്. വല്ലാഹി ലാ നുഖ്ലിഫുക്കും ഫീഹാ അബദാ, ഒരിക്കലും തന്നെ ഈ നരകത്തിൽ ഞങ്ങളെ നിങ്ങൾക്ക് പകരമായി ഇടപെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ ഇത് കാരണമാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ ഞങ്ങൾ നരകത്തിൽ കുറച്ച് കാലങ്ങൾ മാത്രമേ താമസിക്കുകയുള്ളൂ എന്നൊരു പറഞ്ഞല്ലോ. പിന്നീട് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വീണ്ടും ചോദിച്ചു ഇവരോട്, ഹൽ അൻതും സാദിഖീൻ ശൈഇൻ സഅൽതുകും അൻഹു, ഞങ്ങൾ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ആ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സത്യം പറയുമ്പോൾ വീണ്ടും ചോദിച്ചപ്പോൾ ഖാലു, അവർ പറയാമെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ ജഅൽതും ഫീ ഹാദിഹി ശാത്തി സുമ്മ, നിങ്ങൾ എന്നിലേക്ക് ഹദി നൽകപ്പെട്ട പാരദോഷികന്മാർ നൽകപ്പെട്ടതായിരിക്കുന്ന ഈ ആട്ടിൽ നിങ്ങൾ വല്ല വിഷവും കലർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ പറഞ്ഞു, അതേ കലർത്തിയിട്ടുണ്ട്. കാരണം ഇവിടെ കളവ് പറഞ്ഞാൽ രക്ഷപ്പെടുകയില്ല, കാരണം ഉറപ്പായി കളവ് പറഞ്ഞാൽ രക്ഷപ്പെടുകയില്ല എന്ന് അവർക്ക് ഉറപ്പായപ്പോ അവർ പറഞ്ഞു വീണ്ടും കലർത്തിയിട്ടുണ്ട്. അപ്പൊ തങ്ങൾ ചോദിച്ചു, ഹമലക്കുമലാലിക്ക, അത് നിങ്ങളെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? എനിക്ക് ഹദ്യ നൽകപ്പെട്ടതായിരിക്കുന്ന ഈ ആട്ടിൽ മാംസത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് വിഷം കലർത്തിയത്? അപ്പൊ വഖാലു, അവർ പറഞ്ഞു, അറബിന, ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇൻകുന്ത കാദിബൻ അൻ നസ്തരിയ മിൻക, ഈ ഒരു കള്ളപ്രവാചകനാണെങ്കിൽ, ഇൻകുന്ത കാദിബൻ, നിങ്ങൾ കളവ് പറയുന്ന ആളാണ്, ഞാനൊരു പ്രവാചകനാണ്, അല്ലാഹുവിന്റെ റസൂലാണെന്നൊക്കെ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ കളവ് പറയുന്ന ആളാണെങ്കിൽ നസ്തരിയ മിൻക, ഞങ്ങൾ എന്ത് ചെയ്യും, നിന്നിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ, നിന്റെ ശല്യം ഒഴിവായി കിട്ടുമല്ലോ, പിന്നെ നിനക്ക് ഞങ്ങൾ എന്ത് ചെയ്യേണ്ട, വഴി മാറിത്തരേണ്ട ആവശ്യമില്ല, നിന്റെ ശല്യം അങ്ങ് ഒഴിവായി കിട്ടുമല്ലോ എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഈ വൈൻകുന്ത നബിയൻ, നിങ്ങൾ നബിയാണെങ്കിൽ, യഥാർത്ഥത്തിൽ നബിയാണെങ്കിലോ ലം യദുറൂക, അത് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുകയുമില്ല. ഇത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയായിരിക്കുന്ന ഈ മാംസത്തിൽ വിഷം കലർത്താനുള്ള കാരണം. അഥവാ നിങ്ങൾ കളവ് പറയുന്ന ആളാണെങ്കിൽ ഈ വിഷം കഴിച്ചുകൊണ്ട് നിങ്ങൾ ഹലാക്കായി പോയാൽ ഞങ്ങൾ നിങ്ങൾ രക്ഷപ്പെട്ടു, പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞങ്ങൾ രക്ഷപ്പെട്ടു, നിന്റെ ശല്യം ഒഴിവായി കിട്ടും. അതല്ല, നീ ഒരു സത്യവാദിയായ പ്രവാചകനാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് ഉപദ്രവം ചെയ്യുകയില്ല, നിങ്ങൾക്കത് ഒരിക്കലും ഉപദ്രവം ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങൾ അത് വിഷം ചേർക്കാനുള്ള കാരണമെന്ന് ഖൈബറിലെ ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. അപ്പൊ അവിടെ ഈ സംഭവത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾ കുറച്ചു കാലമൊക്കെ നരകത്തിൽ കടക്കും, ആ നരകത്തിൽ കടന്ന ശേഷമായിട്ട് പിന്നെ ഞങ്ങൾക്ക് പകരമായിട്ട് നിങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഈ കാരണത്താലാണ്, ഇതിന് മറുപടി ആയിക്കൊണ്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് ചില മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ സ്വീകരിക്കുന്നുണ്ട്. മറ്റൊരു അഭിപ്രായ പ്രകാരം
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോൾ അവിടെ യഹൂദികളുണ്ടല്ലോ, യഹൂദികളായ ആളുകൾ പറഞ്ഞിരുന്നു, ഇന്നമാ ആദി ദുനിയാ സബഅത്തു ആലാഫിൻ, ഈ ദുനിയാവ് പാപ്പാടുണ്ടായ 7000 കൊല്ലം ഉണ്ടാവുള്ളൂ. അവരുടെ വിശ്വാസമാണ്, അവരുണ്ടാക്കുന്ന ഒരു വിശ്വാസപ്രകാരം പറയാണ്, ഒരു 7000 കൊല്ലം മാത്രമേ ഏതായാലും ഈ ദുനിയാവിന് ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനെന്താവും, ദുനിയാവ് നശിച്ചു പോകും. അവർ പറയാ വൈന്നമായി വഴുതബന്നാസുഫിൻ നാരി, എന്നാൽ ജനങ്ങളെ നരകത്തെ ശിക്ഷിക്കപ്പെടുക ഈ കുല്ലി അൽഫിൻ, ഈ 7000 കൊല്ലത്തിൽ നിന്ന് ഓരോ 1000ത്തിനും, ഈ കുല്ലി അൽഫി സ്ഥലത്തിനും ഓരോ കൊല്ലത്തിനും, ദുനിയാവിൽ ഉള്ളതായിരിക്കുന്ന ഓരോ 1000 കൊല്ലത്തിനും ഓരോ ദിവസം മാത്രമേ നരകത്തിലിടപ്പെടുകയുള്ളൂ. ഈ ദുനിയാവിലുള്ള ഓരോ ദിവസത്തിനും ഓരോ വർഷത്തിനും ഓരോ ദിവസം മാത്രമേ നരകത്തിൽ ഇടപ്പെടുകയുള്ളൂ. അപ്പൊ ആകെപ്പാടിട്ടാൽ 7 ദിവസം മാത്രമേ അങ്ങ് നരകത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് ഈ മദീനയിലെ ജൂതന്മാർ പറഞ്ഞിരുന്നു. അവർക്ക് മറുപടിയായി കൊണ്ടാണ് ഈ ആയത്തിറക്കിയത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത്, ജൂതന്മാർ പറയുകയാണ്, തൗറാത്തിൽ ഉണ്ട്, ഇന്നഫി തൗറാത്ത്, വിഷയം തൗറാത്തിലുണ്ട്, ജഹന്നമ നരകം മസീറത്തു 40 സന, നരകം ആകെയുള്ളത് 40 വർഷത്തെ വൈദൂരമാണ്. ഒരു കരയിൽ നിന്ന് അങ്ങേ കരയിലേക്ക്, നരകത്തിന്റെ അങ്ങേ കരയിലേക്ക് അല്ലെ അറ്റത്തിലേക്ക് എത്തണമെങ്കിൽ ആകെ 40 വർഷത്തെ വൈദൂരമാണ് നരകത്തിനുള്ളത്. 40 വർഷത്തെ വൈദൂരം. വാന്നവും ഞക്കത്തവന ഫീ കുല്ലി യൗമിൻ സന, ഞങ്ങൾ ഓരോ വർഷവും ഓരോ കൊല്ലത്തെ വൈദൂരം മുറിച്ചു കടക്കും. അപ്പൊ 40 വർഷത്തെ വൈദൂരമേ ആകെ ഉള്ളൂ. ഓരോ ദിവസവും ഞങ്ങൾ എന്ത് ചെയ്യും, ഓരോ കൊല്ലത്തെ ദൂരം ഞങ്ങൾ മുറിച്ചു കടക്കുന്നവർ. വാന്നവും യഖത്തഊന ഫീ കുല്ലി യൗമിൻ സനതൻ, ഓരോ ദിവസവും ഞങ്ങൾ ഓരോ വർഷത്തെ ദൂരം ഞങ്ങൾ എന്ത് ചെയ്യും, മുറിച്ചു കടക്കും. അങ്ങനെ എത്തായുക്കമ്മിലുക, അങ്ങനെ അത് മുറിച്ചു കളഞ്ഞാൽ പിന്നെ നരകം അറ്റമായി കഴിഞ്ഞു. അതോടുകൂടി നരകത്തിന്റെ അങ്ങേയറ്റത്തെത്തി. പിന്നെ ജഹന്നമോ, പിന്നെ നരകം ഉണ്ടാവൂല എന്നാണ് അവരുടെ വാദം. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് മറ്റൊരു റിപ്പോർട്ടിൽ പറയപ്പെടുന്നു. ഇനി ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തൊട്ടിട്ട് മറ്റൊരു അഭിപ്രായ പ്രകാരം ജാമൽ യഹൂദികൾ പറയാൻ പറഞ്ഞിരുന്നു, അന്നവും മജദൂഫി തൗറാത്തി, തൗറാത്തിൽ മക്തൂബൻ എഴുതപ്പെട്ടിരിക്കുന്നു, തൗറാത്തിൽ അവരുടെ വേദഗ്രന്ഥമായ തൗറാത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അന്നമാ ബൈന തറഫൈ ജഹന്നമ മർസീന മസീറത്ത് 40 സന, നരകത്തിന്റെ 2 ഭാഗങ്ങൾക്കിടയിലുള്ള ദൂരം ആകെപ്പാട് എത്രയാണ്, 40 വർഷം ദൂരമാണ്. ആ 40 വർഷം കഴിയുമ്പോഴേക്കും നരകത്തിൽ പ്രത്യേക മരം സിറത്തുസ്സഖൂം എന്നൊരു മുള്ളുമരമുണ്ട്. ആ മുള്ളുമരത്തിലേക്ക് എത്തപ്പെടും. ആ മുള്ളുമരത്തിലേക്ക് എത്തപ്പെടുന്നതോടുകൂടെ എന്ത് ചെയ്യും, നരകം കഴിയുന്നതാണ് എന്ന് ഒരു വിഭാഗം പറഞ്ഞു. വഖാലൂപ്പം ഇന്നമാൻ വഅദബു, ഞങ്ങളെ ശിക്ഷിക്കപ്പെടുക, ഈ യഹൂദികളായ ഇവർ പറയാൻ ഞങ്ങളെ ശിക്ഷിക്കപ്പെടുക അത്താ നൻ തയ്യ ഇലാ ശരത്തി സഖൂം, ഈ സഖൂം എന്ന് പറയുന്ന മരത്തിന്റെ അടുത്ത് എത്തുന്നവരെ മാത്രമേ ഞങ്ങൾക്ക് നരകത്തിൽ കടക്കേണ്ടി വരികയുള്ളൂ. പിന്നെ അതോടുകൂടെ എന്ത് ചെയ്യും, നരകം നശിച്ചു പോകുന്നതാണ് എന്ന് തൗറാത്തിൽ എന്ന് ചില ജൂതന്മാർ പറയാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് മറ്റൊരു അഭിപ്രായം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു മറ്റൊരു അഭിപ്രായം പറഞ്ഞത് എന്താണ്, അന്നൽ യഹൂദ കാലത്ത് ഇന്നല്ലാഹ അഖ്സമൻ ഉദ്ഖിലഹുൻ നാർ 40 യൗമൻ അദദ ഇബാദത്തിഹിൽ ജില, അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരായിരിക്കുന്ന ആളുകളെ നരകത്തിലിടുക 40 ദിവസം മാത്രമാണ്. ആ 40 ദിവസം എന്താണ്, അവർ ഗോപൂജകരായിരുന്നു, അഥവാ പശുക്കുട്ടിക്ക് അവർ ആരാധിച്ചിരുന്നു. അത് മണ്ണിൽ വന്നതായിരിക്കുന്ന തെറ്റ് തന്നെയാണ്. ആ തെറ്റ് കാരണമാണ് ഞങ്ങൾ അല്ലാഹുവിന്റെ നരകത്തിലിടുക. ഏതായാലും ഒരു 10-40 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്തപ്പെടുന്നതാണ് എന്ന് ജൂതന്മാർ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അവരെ കളവാക്കിയും കൊണ്ട് അവർ വാദിക്കുന്ന ഈ വാദം ശരിയല്ല, അവരുടെ ജൽപ്പനം വെറും നിരർത്ഥകമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറക്കിയത് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. അപ്പോ വഖാലു, ജൂതന്മാർ പറഞ്ഞു, ലൻ തമസ്സനാറോ, നരകം ഞങ്ങളെ സ്പർശിക്കുകയില്ല, ഇല്ലാ അയ്യാമൻ മഅദൂദ, എണ്ണപ്പെട്ട കുറഞ്ഞ ദിവസങ്ങൾ അല്ലാതെ, എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങൾ അല്ലാതെ.
എന്ന് അവർ പറഞ്ഞപ്പോൾ അല്ലാഹു പറയാ, ഖുൽ നബിയെ തങ്ങൾ ചോദിച്ചു നോക്കൂ അവരോട്, അത്തഖദതും മിനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ വല്ല കരാറും ഉണ്ടാക്കിയിട്ടുണ്ടോ? അത്തഖദതും, നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ, അഥവാ ഇത്ര കാലം മാത്രമേ ഞങ്ങൾ നരകത്തിൽ പ്രവേശിക്കുകയുള്ളൂ, പിന്നെ നരകത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തപ്പെടുമെന്ന് നിങ്ങൾ അള്ളാഹുവുമായിട്ട് വല്ല കരാറും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതിന് തഫ്സീർ അസ്ലഫ്തും അമലൻ സ്വാലിഹൻ ഫആമൻതും വഅതഅതും, അസ്ലഫ്തും അമലൻ സ്വാലിഹൻ, നിങ്ങൾ ഇങ്ങനെ വാദിക്കുവാൻ, നിങ്ങൾ പറയുവാൻ നിങ്ങൾ വല്ല സ്വാലിഹായ അമലും ചെയ്തു കൂട്ടിയിട്ടുണ്ടോ? മുൻകാലങ്ങളിൽ നിങ്ങൾ വല്ല സ്വാലിഹായ അമലുകളും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ വിശ്വസനീയങ്ങളായിട്ടുണ്ടോ? അല്ലാഹു തആലക്ക് നിങ്ങൾ വഴിപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നരകത്തിൽ നിന്ന് പുറപ്പെടുവിക്കുമെന്നുള്ള കാര്യം ശരി തന്നെയാണ്. ആ കരാർ അല്ലാഹു തആല പൂർത്തിയാക്കും. അതല്ല, ഔ ഹൽ അറഫ്തും ദാലിക ബിവഹീല്ലാഹി തആല ബിവഹീല്ലദീ അഹിദഹു ഇലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിലേക്ക് സന്ദേശമായി കൊണ്ട് വഹീയായിക്കൊണ്ട് അറിയിക്കപ്പെട്ട കാര്യമാണോ ഈ കാര്യം? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താവുകയില്ല, കരാർ ലംഘിക്കുന്നവനല്ല. ഇത്ര കാലം മാത്രമേ നിങ്ങൾ നരകത്തിൽ ഇടുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുമായിട്ട് വല്ല കരാറും നിങ്ങളുമായിട്ട് വാങ്ങിയിട്ടുണ്ടോ? അത്തഖദതും മിനല്ലാഹി അഹദ, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ വല്ല കരാറും ഉണ്ടാക്കിയിട്ടുണ്ടോ? അം അലല്ലാഹി അം തഖൂലൂന അലല്ലാഹ്, അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ വല്ല കരാറും നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ഫലൻ യുഖ്ലിഫുല്ലാഹു അഹദഹു, അല്ലാഹു തആല ഒരിക്കലും തന്നെ അവന്റെ കരാറിൽ ലംഘിക്കുകയില്ല. നിങ്ങൾ എത്ര ദിവസങ്ങൾ മാത്രമേ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരികയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് വല്ല കരാറും നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലാഹു തആല നിങ്ങൾക്ക് വല്ല വഹ്യ് മുഖേനയോ മറ്റോ നിങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലാഹു തആല ഒരിക്കലും കരാറിൽ ലംഘിക്കുന്നവനല്ല. ഫലൻ യുഖ്ലിഫുല്ലാഹു വഹ്ദഹു, അല്ലാഹു തആല അവന്റെ കരാറിനെ ലംഘിക്കുന്നവനല്ല. എന്നാൽ അതല്ല, അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾ അള്ളാഹുവിന്റെ മേൽ നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ കറ്റുകെട്ടി പറയുകയാണോ? നിങ്ങളുടെ വാദം ഒരിക്കലും ശരിയല്ല. അങ്ങനെ നിങ്ങൾ ഇത്ര കാലം മാത്രമേ നരകത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് വാദിക്കുവാൻ, ജലിപ്പിക്കുവാൻ നിങ്ങൾ അള്ളാഹുമായിട്ട് വല്ല കരാറും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ കരാറും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല കരാർ ലംഘിക്കുന്നവനായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു കരാറും നിങ്ങളുമായിട്ടില്ല. നിങ്ങൾ അല്ലാഹു തആലയുടെ മേൽ അറിയാത്ത കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി പറയുകയാണ്. ഇത് തൗബീഖും തഖ്രീബുൻ അല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവരുടെ മേൽ അവർക്കുള്ളതായിരിക്കുന്ന ഒരു മുന്നറിയിപ്പും അവരെ ഭയപ്പെടുത്തലുമാണ്. വെറുതെ ഇല്ലാത്തോരോ കാര്യം പറഞ്ഞ് പറയണ്ട. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുമായിട്ടും ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല. ബല മൻ കസബ സയ്യിഅതൻ വഅഹാതത് ബി ഖതീഅതുഹു ഫൗലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. ബല ഐ ലൈസൽ അംറു കമാ ദക്കർതും. ബല എന്നുള്ള വാക്ക് പല അർത്ഥമുണ്ട്. ചിലർക്ക് ബല എന്ന് പറഞ്ഞാൽ നഅം എന്നർത്ഥമാണ്. പക്ഷെ ഇവിടെ ബല എന്നുള്ള അർത്ഥത്തിൽ എന്തല്ല, ഞാൻ നടത്തല്ല. അലസ്തു ബി റബ്ബിക്കും, ഞാൻ എന്ന റബ്ബല്ലയോ എന്ന് ചോദിച്ചപ്പോ ശിഫ്റ്റുകളെല്ലാം പറഞ്ഞു കാലു ബല. അവിടെ എന്താ അർത്ഥം? ബല എന്ന് പറഞ്ഞാൽ അതേ എന്ന അർത്ഥം. ഇവിടെ ബല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഐ ലൈസൽ അംറു കമാ ദക്കർതും, കാര്യം നിങ്ങൾ പറഞ്ഞതുപോലെയല്ല. ലൈസൽ അംറു കമാ ദക്കർതും, കാര്യം നിങ്ങൾ പറഞ്ഞതുപോലെയല്ല. എന്താ നിങ്ങൾ പറഞ്ഞത്? ഇത്രയും കാലം മാത്രമേ, എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾ നരകം സ്പർശിക്കുകയുള്ളൂ, പിന്നെ ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെടുന്ന നിങ്ങൾ പറഞ്ഞത്. ആ കാര്യം ഒരിക്കലും ശരിയല്ല. നിങ്ങൾ പറഞ്ഞതുപോലെയല്ല ബല. ഒരിക്കലും മൻ കസബ സയ്യിഅതൻ, വല്ലവനും സയ്യിഅത്ത് ചെയ്താൽ, മൻ കസബ വല്ലവനും പ്രവർത്തിച്ച സയ്യിഅത്തൻ, സയ്യിഅത്തിന്, ഇവിടെ സയ്യിഅത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ശിർക്ക് ആണ് എന്ന്. അല്ലാഹു തആല അല്ലാത്തവരെ അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ് ഇവിടെ സയ്യിഅത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. മൻ കസബ വല്ലവനും പ്രവർത്തിച്ച സയ്യിഅത്തൻ, ശിർക്കിനെ, ശിർക്ക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞു ആ ശരീഅത്തിന് എന്താണ്? ശിർക്ക് എന്നർത്ഥമായി. പിന്നെ മൻ കസബ സയ്യിഅത്തൻ വഅഹാതത് ബിഹി
അവനിൽ വലയം ചെയ്യുകയും ചെയ്താൽ ഖത്തിയത്തുഹു അവന്റെ പാപങ്ങൾ അഥവാ ശിർക്ക് വല്ലവനും ശിർക്ക് പ്രവർത്തിക്കുകയും അഥവാ അല്ലാഹു തആലയിൽ പങ്കുകാരെ ആക്കുകയും അതനുസരിച്ച് കൊണ്ട് കാണിക്കുന്ന മോശപ്പെട്ട സയ്യിഅത്തായിരിക്കുന്ന പ്രവർത്തനങ്ങൾ അവനിൽ വലയം ചെയ്യുകയും ചെയ്താൽ വഹാതത്തു ബിഹി അവനിൽ വലയം ചെയ്യുകയും ചെയ്താൽ ഖത്തിയത്തു അവന്റെ പാപങ്ങൾ വലയം ചെയ്യുകയും ചെയ്താൽ ഫൗലായിക അസ്ഹാബുന്നാർ അവർ നരകത്തിന്റെ അവകാശികളാണ്. ഫൗലായിക അത്തരം ആളുകൾ അസ്ഹാബുന്നാരി നരകത്തിന്റെ അവകാശികളാണ്. അപ്പോ മൻ കസബ സയ്യിഅത്തൻ വല്ലവനും ശിർക്ക് പ്രവർത്തിച്ചാൽ തെറ്റായ കാര്യങ്ങൾ അഥവാ ശിർക്കാണ് ഏറ്റവും വലിയ തെറ്റ്, അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വഹാതത്തു ബിഹി ഖത്തിയത്തു അവന്റെ പാപങ്ങൾ അവനെ വലയം ചെയ്യുകയും ചെയ്താൽ ഇവിടെ അവന്റെ ശിർക്ക് അവന് വലയം ചെയ്യുകയും ചെയ്താൽ എന്ന് വെച്ചാൽ വലയം ചെയ്യുന്നു പറഞ്ഞാൽ അവന്റെ ആ ഖത്തായാവിന്റെ മേൽ ആ ശിർക്കിന്റെ മേൽ തന്നെ അവൻ മരണപ്പെട്ടു, തൗബ ചെയ്തില്ല, അവൻ ദീനിലേക്ക് മടങ്ങി വന്നില്ല, ഈ നിലക്ക് അവൻ മരണപ്പെടുകയും ചെയ്താൽ പിന്നെ അത്തരം ആളുകൾ അസ്ഹാബുന്നാരി അവർ നരകത്തിന്റെ അവകാശികളാണ്. ഹും ഫീഹാ ഖാലിദൂൻ അതിൽ അവർ കാലാകാലവും താമസിക്കുന്നവരാണ്. ഹും അവർ ഫീഹാ ആ നരകത്തിൽ ഖാലിദൂന കാലാകാലവും താമസിക്കുന്നവരാണ്. അപ്പോ ഇവിടെ മൻ കസബ സയ്യിഅത്തൻ തെറ്റായ കാര്യങ്ങൾ ആരെങ്കിലും പ്രവർത്തിച്ചാൽ എന്നതിന്റെ ഒരു തഫ്സീറാണ് നമ്മൾ പറഞ്ഞ ശിർക്കാണ് ഉദ്ദേശം എന്ന്. വഹാതത്തു ബിഹി ഖത്തിയത്തു അവന്റെ പാപങ്ങൾ അവനെ വലയം ചെയ്യുകയും ചെയ്താൽ അവ ശിർക്ക് എന്ന് വെക്കേണ്ട ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും തന്നെ വൻദോഷങ്ങൾ എന്ത് ചെയ്തു? മൻ കസബ സയ്യിഅത്തൻ ആ സയ്യിഅത്തുകൊണ്ട് വൻദോഷങ്ങളാണ്. ശുദ്ധ ഇസ്ലാമിൽ സബൂൽ മൂബിക്കാത്ത് എന്ന് പറയുന്ന 7 വൻദോഷങ്ങൾ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള വൻദോഷങ്ങൾ പ്രവർത്തിക്കുകയും അതിന്റെ പുറമെ വഹാതത്തു ബിഹി ഖത്തിയത്തുഹു അവന്റെ പാപങ്ങൾ അവനെ വലയം ചെയ്യുകയും ചെയ്താൽ ചെറുദോഷങ്ങൾ ഇഷ്ടംപോലെ പുറമെ അതുകൊണ്ട് നടത്തും. ഈ വൻദോഷങ്ങൾക്ക് പുറമെ ചെറുദോഷങ്ങളും ഇഷ്ടംപോലെ അതുകൊണ്ട് അങ്ങനെ അവൻ എന്ത് ചെയ്തു? തൗബ കിട്ടാതെ അവൻ മരണപ്പെട്ടു പോവുകയും ചെയ്താൽ തൗബ ചെയ്യാതെ അവൻ മരണപ്പെട്ടു പോവുകയും ചെയ്താൽ അവൻ എന്തുണ്ട്? അത്തരം ആളുകൾ നരകത്തിൽ കാലാകാലവും താമസിക്കുന്നവനാണ് എന്നും ചില മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ അതിന് അർത്ഥം പറഞ്ഞിരിക്കുന്നു. അതിന് തെളിവായിക്കൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും, ഇയ്യാകും മുഹക്കിറാത്തി ദുനൂബി ഫഇന്നഹുന്ന ജിത്തമാഅന അല റജുലി ഹത്താ യുഹ്ലികനഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇയ്യാകും നിങ്ങൾ സൂക്ഷിക്കണം മുഹക്കിറാത്തി ദുനൂബി പാപങ്ങളിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് നിസ്സാരമായി തോന്നും തെറ്റുകളെയും നിങ്ങളെ സൂക്ഷിക്കണം. തെറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് നിസ്സാരമായി അതിപ്പോ അത്രല്ലേ ഉള്ളൂ, കാര്യമാക്കാന്നുണ്ട്, അത് ചെറിയ ദോഷല്ലേ, അതിപ്പോ ഇന്നത്തെ കാലത്തിപ്പോ ഇല്ലാതിരിക്കോ. ഇങ്ങനെ പാപങ്ങളിൽ നിന്ന് നിസ്സാരമായി തോന്നുന്നതായിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഫൈന്ന ഉന്നജിത്തമിയന ഈ നിസ്സാരമായി തോന്നുന്നതായിരിക്കുന്ന ഈ പാപങ്ങൾ ഒരുമിച്ച് കൂടി കുറെ അപ്പോ അങ്ങനെയല്ല. മൻ കസബ സയ്യിഅത്തൻ ആരെങ്കിലും ദുഷ്പ്രവർത്തനങ്ങൾ ചെയ്താൽ അഥവാ ശിർക്ക് ചെയ്താൽ വഹാതത്തു ബിഹി ഖത്തിയത്തുഹു അവന്റെ പാപങ്ങൾ അവനെ വലയം ചെയ്യുകയും ചെയ്താൽ അഥവാ അവൻ തൗബ ചെയ്യാതെ ശിർക്കിലായിക്കൊണ്ട് അങ്ങനെ തന്നെ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ഫൗലായിക അത്തരം ആളുകൾ അസ്ഹാബുന്നാരി നരകത്തിന്റെ അവകാശികളാണ്. ഹും അവർ ഫീഹാ ആ നരകത്തിൽ ഖാലിദൂൻ കാലാകാലവും താമസിക്കുന്നവരാണ്. ഇനി വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്നത്തി ഹും ഫീഹാ ഖാലിദൂൻ. വല്ലദീന ആമനൂ
വിശ്വാസികളായിരിക്കുന്ന ആളുകൾ, വിശ്വാസം കൈക്കൊണ്ടതായിരിക്കുന്ന ആളുകൾ, അമിൽ സ്വാലിഹാത്തി അതനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർ, അല്ലദീനാമനു അമിൽ സ്വാലിഹാത്തി വിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തതായിരിക്കുന്ന ആളുകൾ, ഉലൈക അത്തരം ആളുകളുള്ള അസ്ഹാബുൽ ജന്ന അവർ സ്വർഗത്തിന്റെ അവകാശികളാണ്. ഉലൈക അവർ അസ്ഹാബുൽ ജന്നത്തി സ്വർഗത്തിന്റെ അവകാശികളാണ്. ഹും അവർ ഫീഹ അതിൽ ഖാലിദൂന കാലാകാലവും താമസിക്കുന്നവരാണ്. ഐമൻ ആമന ബിമാ കഫർതും വഅമില ബിമാ തറക്തും മിൻ ദീനിഹി ഫലഹുൽ ജന്നത്തു ഖാലിദീന ഫീഹാ. അത് ജൂതന്മാരോടാണ് ഈ വിഷയം പറയുന്നതെങ്കിൽ അപ്പൊ ജൂതന്മാരോടാണ് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറയുന്നത്. അപ്പൊ അർത്ഥം എങ്ങനെയായിരിക്കും? മൻ ആമന ബിമാ കഫർതും, ജൂതന്മാരെ നിങ്ങൾ അവിശ്വസിച്ചതായിരിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് ആര് വിശ്വസിച്ചുവോ, വഅമില ബിമാ തറക്തും നിങ്ങൾ ഒഴിവാക്കിയതായിരിക്കും, നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്യാതെ ഉപേക്ഷിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ വല്ലവനും പ്രവർത്തിക്കുകയും ചെയ്താൽ ഫലഹുമുൽ ജന്നത്തു അവർക്ക് സ്വർഗമുണ്ട്, ഖാലിദീന ഫീഹ അതിലവർ കാലാകാലവും താമസിക്കുന്നവരാണ്. ഒരിക്കൽ അതിന് മുറിഞ്ഞു പുലങ്കിത്താലഹു ഒരിക്കൽ അതിന് അവസാനമില്ലാത്ത എന്നെന്നും അവര് സ്വർഗത്തിൽ കാലാകാലവും. മറ്റൊരായത്ത്, അടുത്ത ആയത്ത്, وَإِذْ أَخَذْنَا مِيثَاقَ بَنِي إِسْرَائِيلَ لَا تَعْبُدُونَ إِلَّا اللَّهَ وَبِالْوَالِدَيْنِ إِحْسَانًا وَذِي الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينِ وَقُولُوا لِلنَّاسِ حُسْنًا وَأَقِيمُوا الصَّلَاةَ وَآتُوا الزَّكَاةَ ثُمَّ تَوَلَّيْتُمْ إِلَّا قَلِيلًا منكم وأنتم معرضون. وإذا أخذنا നാം വാങ്ങിയപ്പോൾ മീസാക ബനി ഇസ്രായേല ബനു ഇസ്രായേൽക്കാരോടുള്ള കരാർ. എന്താണ് കരാർ വാങ്ങിയത് ബനു ഇസ്രായേൽക്കാരോട്? ലാ തഅ്ബുദൂന ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹു തആലാക്ക് അല്ലാതെ ആരാധിക്കാൻ പാടില്ല. വബിൽ വാലിദൈനി മാതാപിതാക്കൾക്ക്, വബിൽ വാലിദൈനി മാതാപിതാക്കൾക്ക് ഇഹ്സാന ഗുണം ചെയ്യണം. വൽ ഖുർബ അടുത്ത കുടുംബക്കാർക്കും, വൽ യതാമ യതീമുകൾക്കും അനാഥകൾക്കും, വൽ മസാകീനി മിസ്കീന്മാർക്കും. വഖൂലൂ ലിന്നാസി ഹുസ്നാ, വഖൂലൂ നിങ്ങൾ പറയുക, ലിന്നാസി ജനങ്ങളോട് ഹുസ്നൻ നല്ല കാര്യങ്ങൾ പറയുക. വഅഖീമുസ്സലാത്ത നിങ്ങൾ നിസ്കാരം നിലനിർത്തുക. വആതു സകാത്ത സകാത്ത് നിങ്ങൾ കൊടുക്കുകയും ചെയ്യുക എന്നുള്ള കരാറ് ബനൂ ഇസ്രായേൽക്കാരോട് നമ്മൾ വാങ്ങി. എന്നിട്ടോ സുമ്മ തവല്ലൈതും ഇല്ലാ ഖലീലൻ മിൻകും, പിന്നെ നിങ്ങളിൽ നിന്ന് വളരെ കുറഞ്ഞ ആളുകൾ അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ ഈ കരാറിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞു. വഅൻതും മുഅ്രിദൂന നിങ്ങൾ പിന്തിരിഞ്ഞവരാണ്. ഈ ആയത്ത് 83-ാമത്തെ ആയത്ത്. വഇദ് അഖദ്നാ മീസാക ബനീ ഇസ്രായീല ബനൂ ഇസ്രായേൽക്കാരോട് നാം കരാർ വാങ്ങിയ ആ സമയം നിങ്ങൾ ഓർക്കുക. ഏതായിരുന്നു ഈ കരാറ്? വൽ മീസാഖുല്ലദീ ഉഖിദ അലൈഹിം ഹീന ഉഖ്രിജൂ മിൻ സുൽബി ആദമ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുതുകിൽ നിന്ന് ആത്മീയ ലോകത്തെ എല്ലാ ജനങ്ങളെയും പുറപ്പെടുവിച്ചപ്പോ അവിടെ വെച്ചുകൊണ്ട് അവരോട് കരാർ വാങ്ങി. ആ കരാറാണ് ഇത് എന്ന് അഭിപ്രായം. അതല്ല, മീസാഖുൻ ഉഖിദ അലൈഹിം ഹും മുഖലാഉ ഫീ ഹയാത്തിഹിം അലാ അൽസിനത്തി അംബിയാഇഹിം. ഈ കരാർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ബനൂ ഇസ്രായേൽക്കാരിലേക്ക് നിയോഗിക്കപ്പെട്ടതായിരിക്കുന്ന പ്രവാചകന്മാർ മുഖേന അവരുടെ ദുന്യവിയായ ജീവിതത്തിൽ തന്നെ അവർ ബോധവാന്മാരായ നിലയിൽ അവരോട് വാങ്ങിയ കരാറാണ്. അതെ, ഒരു അഖദ്നാ മീസാഖ,
ഈ മീസാക്ക് കരാർ വാങ്ങിയത് ഒരഭിപ്രായ പ്രകാരം ആദ്യം ഒരു പറഞ്ഞഭിപ്രായ പ്രകാരം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുതുകിൽ നിന്ന് ആത്മീയമായ ലോകത്ത് വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയുടെ മുതുക് തടവിയപ്പോൾ ലോകത്തുണ്ടാവാൻ പോകുന്ന ജനങ്ങളെ ഒക്കെ എന്തിതോടെ കൽദുരി ഒക്കെ അണുമണികളെ പോലെ ഒക്കെ അവിടെ എന്ത് ചെയ്തു, അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നും അവരോട് അല്ലാഹു തആല കരാർ വാങ്ങിയെന്നും ആ കരാറിന്റെ കൂട്ടത്തിൽ പ്രത്യേകമായി ബനൂ ഇസ്രായേൽക്കാരോട് ഒരു പ്രത്യേക കരാർ വാങ്ങി എന്നും അഭിപ്രായമുണ്ട്. എന്നാൽ അതല്ല, ആ കരാറല്ല ഇവിടെ ഉദ്ദേശം. മഹാന്മാരായിരിക്കുന്ന പ്രവാചകന്മാർ മുഖേന ബനൂ ഇസ്രായേൽക്കാരായിരിക്കുന്ന ആളുകളോട് അവരുടെ ഈ ദുന്യവിയായ ജീവിതകാലത്ത് തന്നെ സ്വബോധത്തോടു കൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കരാർ വാങ്ങിയ സമയം എന്നാണ് ഉദ്ദേശം എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും ആ കരാർ എന്തായിരുന്നു? ലാ തഅബുദൂന ഇല്ലല്ലാഹ്, ഒന്ന് നിങ്ങൾ അല്ലാഹു തആല അല്ലാത്തവർക്ക് ആരാധിക്കാൻ പാടില്ല. അല്ലാഹു തആല അല്ലാത്തവർക്ക് നിങ്ങൾ ഇബാദത്ത് തൗഹീദിനെ സ്ഥിരപ്പെടുത്തുക, ഇതായിരുന്നു. ഇബാദത്തുള്ള അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യാൻ ഇസ്ബാത്ത് തൗഹീദി, അവൻ ഏകനാണെന്ന് സമ്മതിച്ചുകൊണ്ട് അല്ലാഹു തആലക്ക് മാത്രമേ നിങ്ങൾ ഇബാദത്ത് എടുക്കാൻ പാടുള്ളൂ. അതേ പ്രകാരം അവന്റെ പ്രവാചകന്മാരെ പൂർണ്ണമായും സത്യമാക്കണം. ആ പ്രവാചകന്മാർ മുഖേനയായിക്കൊണ്ട് അല്ലാഹു തആല അവന്റെ കിതാബുകളിൽ ഇറക്കപ്പെട്ടതായിരിക്കുന്ന വിധിവിലക്കുകളനുസരിച്ച് നിങ്ങൾ അമൽ ചെയ്യണം. ഇതൊക്കെയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കരാർ ചെയ്ത ഒരു കാര്യം. ലാ തഅബുദൂന ഇല്ലല്ലാഹ്. രണ്ടാമത്തെ കാര്യം വബിൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് ഇഹ്സാനൻ ഗുണം ചെയ്യണം എന്നുമായത് രണ്ടാമത്തെ കാര്യം. അയ്വ അമർനാവും ബിൽ വാലിദൈനി ഇഹ്സാനാൻ, അമർനാവും നാം അവരോട് കൽപ്പിച്ചു ബിൽ വാലിദൈനി മാതാപിതാക്കൾക്ക് ഇഹ്സാനൻ നന്മ ചെയ്തു കൊടുക്കണം എന്ന്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ മാതാപിതാക്കളോട് ചെയ്യേണ്ടാക്കുന്ന ഹക്ക്, മാതാപിതാക്കൾക്കുള്ള ഈ ഹക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹക്കുമായി ബന്ധിപ്പിച്ചാണ് പറഞ്ഞത്. ലാ തഅബുദൂ ഇല്ലല്ലാഹ് വബിൽ വാലിദൈനി ഇഹ്സാനൻ, നിങ്ങൾ അല്ലാഹു തആലക്ക് നിങ്ങൾ ഇബാദത്ത് എടുക്കണം. അല്ലാഹു തആല അല്ലാത്തവർക്ക് നിങ്ങൾ ഇബാദത്ത് എടുക്കാൻ പാടില്ല, അല്ലാഹു തആലക്ക് മാത്രമേ ഇബാദത്ത് എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ഉടനെയായിക്കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞെന്താണ്? അവിടെ പറഞ്ഞു വഖറനല്ലാഹു അസ്സ വജല്ല ഫീ ഹാദിഹിൽ ആയത്തി ഹഖൽ വാലിദൈനി ബിത്തൗഹീദി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ മാതാപിതാക്കളോടുള്ള ഹക്കിനെ കടമ തൗഹീദുമായിട്ട് ബന്ധിപ്പിച്ചു പറഞ്ഞു. അല്ലാഹു തആലക്ക് അല്ലാതെ മറ്റൊന്നും ആരാധിക്കുന്ന തൗഹീദാണ്. അതിനോട് ബന്ധിപ്പിച്ച് ഉടൻ തന്നെ അല്ലാഹു തആല പറഞ്ഞതാണ് വബിൽ വാലിദൈനി ഇഹ്സാനാ. അത് കാരണം എന്താൽ യന്നൻ നശ്അത്തൽ ഹൂലാ മിൻ ഇൻദില്ലാഹ്, കാരണം അള്ളാഹുവിൽ നിന്നാണ്. ഒന്നാമത്തെ മനുഷ്യനെ സൃഷ്ടിപ്പ് അള്ളാഹുവിൽ നിന്നാണ്. മനുഷ്യനെ സൃഷ്ടിപ്പ് അത് ഒന്നാമത്തെ ആളിൽ നിന്നാണ്, അള്ളാഹുവിൽ നിന്നാണ്. രണ്ടാമത്തെ നസിഹത്തുസ്സാനി, രണ്ടാമത്തെ സൃഷ്ടിപ്പ് അത് ആരിൽ നിന്നാണ്? മിൻ ജിഹത്തിൽ വാലിദൈനി, മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നാണല്ലോ. മാതാപിതാക്കളുടെ കാരണം മാതാവും പിതാവും ഉള്ളതാക്കുന്ന ബന്ധത്തിൽ നിന്നാണ്. അതിൽ നിന്നാണ് രണ്ടാമത്തെ സൃഷ്ടിപ്പ്. അഥവായി ഭൂമി ലോകത്തെ ലോകത്തിലേക്കുള്ളതാക്കുന്ന അവന്റെ വരവ് ഈ മാതാപിതാക്കളിൽ നിന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഹീദിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഉടൻ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് വരാനുള്ള കാരണം. മറ്റൊരായത്തിൽ പറയാൻ പൊരിയാല കാരണത്താല ശുക്ര ലഹുമാ ബി ശുക്രിഹി. മറ്റൊരായത്തിൽ അല്ലാഹു തആല സൂറത്തുൽ ലുഖ്മാനിൽ അനിഷ്കുർ ലീ വലി വാലിദൈക, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം നിങ്ങളുടെ മാതാപിതാക്കൾക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു തആലാക്ക് നന്ദിയെയും അതേപ്രകാരം മാതാപിതാക്കളോട് കാണിക്കേണ്ട നന്ദിയും അവിടെ എന്ത് ചെയ്തു? ഒരുമിച്ച് പറഞ്ഞു. ഇത് മാതാപിതാക്കളോട് ഉള്ളതായിരിക്കുന്ന മനുഷ്യരുടെ ഹക്ക്, അവരുടേതാക്കുന്ന കടമകൾ വലിയ പ്രധാനപ്പെട്ട കടമയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പ്രകാരത്തിൽ അല്ലാഹു തആല ബന്ധിപ്പിച്ച് പറഞ്ഞത്. ഇനി മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യാൻ എന്താണ്? വബിൽ വാലിദൈനി, മാതാപിതാക്കളോട് ഇഹ്സാനൻ നന്മ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മുആശറത്തുഹുമാ ബിൽ മഅറൂഫി, മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുക. വതവാഉ ലഹുമാ, അവർക്ക് വേണ്ടി മാതാപിതാക്കളോട് വിനയം കാണിക്കുക. വംതിസാൽ അംരിഹിമാ, അവരെ കൽപ്പനകൾക്ക് വഴിപ്പെടുക. അവരുടെ മരണശേഷം വദ്ദുആഉ ബിൽ മഗ്ഫിറത്തി മഅ മമാതിഹിമാ, അവരുടെ മരണശേഷം അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുക.
അതേ പ്രകാരം തന്നെ അവർ സ്നേഹിക്കുന്ന ആളുകളെ നീ അവരുമായിട്ടുള്ള ബന്ധം പുലർത്തുക, അതേ പ്രകാരം അവരുടെ കുടുംബബന്ധം പുലർത്തുക പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ള കാര്യങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ ബനൂ ഇസ്രായേൽക്കാരോട് നമ്മൾ കരാറിനെ വാങ്ങിയിരുന്നു. ഇത് എല്ലാവരോടുള്ള കരാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൊക്കെ കരാറാണ്. മാതാപിതാക്കൾക്ക് നിങ്ങൾ ചെയ്യണം, ഗുണം ചെയ്യണം. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അമാനത്താണ് മാതാവും അതേ പ്രകാരം പിതാവും തന്നെ. സ്വർഗം ലഭിക്കാൻ ധാരിക്കുന്ന കാരണം അവരാണ്. ആ മാതാവിനോടും പിതാവിനോടും വേദനക്ക് വർത്തിക്കണം. ഒരു ഛേ എന്നുള്ള വാക്ക് പോലും അവരോട് പറയാൻ പാടില്ല. അവർ വാർദ്ധക്യം വളരെ മാതാവും പിതാവും മാറ്റുന്ന കടമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇതെല്ലാവർക്കും മരണം പ്രത്യേകതയിലേക്ക് പ്രവേശിക്കുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത്, നിന്റെ വൃദ്ധയായിരിക്കുന്ന മാതാവോ പിതാവോ അല്ലെങ്കിൽ അവർ രണ്ടാളും വൃദ്ധന്മാരായ സമയത്ത് പക്ഷെ അവർ കുട്ടിപ്രായത്തിലേക്ക് എത്തുകയാണ്. ആ കുട്ടികളാ ഉണ്ടാകുന്ന അവര് ബുദ്ധിപരമായിട്ട് ഒരു ശിശുപ്രായത്തിലേക്കാണ് അവർക്ക് വാർദ്ധക്യം ഹറമ് എന്ന് പറയുന്ന വാർദ്ധക്യം നേടുമ്പോൾ വരുന്നത്. അന്നൊരു പക്ഷേ നിനക്ക് നിന്റെ മാതാവിനെയും പിതാവിനെയും ശുശ്രൂഷിക്കേണ്ടതായിരിക്കുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ അത് വലിയ ഭാഗ്യമായി നീ കണക്കിലാക്കണം. ഇന്നത്തെ വാട് വൃദ്ധസദനങ്ങളിലോ അതല്ലെങ്കിൽ മറ്റേ എല്ലാ ഹലാലാസ് ഉദ്ദേശം നിറവേറ്റിത്തരുമാറാവട്ടെ. എല്ലാവിധ ആപത്തുകളിൽ നിന്നും എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു ശിഫയാക്കി തരുമാറാവട്ടെ. മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാർക്ക് അല്ലാഹു തആല ആഫിയത്തോട് കൂടെ ദീർഘായുസ്സോടെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായിരിക്കുന്ന പ്രവർത്തനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രവർത്തകന്മാർക്ക് അതിനുവേണ്ടി അധ്വാനിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വക്കൽ നിന്നിതെല്ലാം ഒരു സ്വാലിഹായ അമലായി കബൂലാക്കുമാറാവട്ടെ. സൂലോക സ്വർഗത്തിൽ നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ برحمتك يا ارحم الراحمين. صلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. دعاء وصية والسلام عليكم ورحمة الله وبركاته.